1975-76 കാലഘട്ടം ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്നൊക്കെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച അടിയന്തരാവസ്ഥ കാലം. ജനങ്ങളുടെ മൗലികാവകാശങ്ങളും പൗരാവകാശങ്ങളുമൊക്കെ പൂർണ്ണമായും റദ്ദു ചെയ്യപ്പെട്ട സമയം. ജനങ്ങളെ തോന്നിയ വിധത്തിൽ, പ്രത്യേകിച്ചും സർക്കാർ വിരുദ്ധ മനോഭാവം, സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ മനോഭാവമൊക്കെ വെച്ചു പുലർത്തുന്നവരെ, ആക്ടിവിസ്റ്റുകളെ, ജേർണലിസ്റ്റുകളെയൊക്കെ രാജ്യവ്യാപകമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന പ്രത്യേക സ്ഥിതിവിശേഷമുള്ള സമയം. ആ സമയത്താണ് പ്രമാദമായ ഹേബിയസ് കോർപ്പസ് കേസ് സുപ്രീം കോടതിയുടെ മുന്നിൽ പരിഗണനയ്ക്കെത്തുന്നത്. ഇത്തരത്തിൽ അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ വിവിധ ഹൈക്കോടതികളെ സമീപിക്കുകയും ഹേബിയസ് കോർപ്പസ് കേസുകൾ ഫയൽ ചെയ്യുകയും അനുകൂലമായ വിധി സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെതിരെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച അപ്പീലാണ് ADM ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല എന്ന ഈ ഹേബിയസ് കോർപ്പസ് കേസ്. ഈ കേസിൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദം ഇതായിരുന്നു: രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അസാധാരണമായ ഈ സമയത്ത് മെയിൻറ്റെയിനിങ് ഓഫ് ഇന്ത്യൻ സെക്യൂരിറ്റി ആക്ട് പ്രകാരം, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ പ്രകാരമൊക്കെയാണ് ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നത്. അതുകൊണ്ട് പൗരന് അവൻ്റെ മൗലികമായ അവകാശങ്ങൾ നിവർത്തിച്ചു കിട്ടാൻ, സ്ഥാപിച്ചു കിട്ടാൻ കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഈ അടിയന്തരാവസ്ഥയുടെ ഈ അസാധാരണമായ ഘട്ടത്തിൽ അനുവദിച്ചു നൽകാനാവില്ല എന്ന വാദമാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. ഈ വാദം കേട്ട 5-ൽ 4 ന്യായാധിപന്മാരും മുഖവിലക്കെടുക്കുകയും അംഗീകരിക്കുകയും അത്തരത്തിൽ തന്നെ ഒരു വിധി പ്രസ്താവം നടത്തുകയും ചെയ്തു. എന്നാൽ ഒരാൾ, ജസ്റ്റിസ് HR ഖന്ന, അദ്ദേഹം ഇതിനോട് അതിനിശ്ചിതമായ രീതിയിൽ വിയോജിക്കുകയും റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനുള്ള അവകാശം, വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതൊക്കെ മനുഷ്യൻ്റെ വളരെ പരമപ്രധാനമായ അവകാശമാണെന്നും അത് ആർട്ടിക്കിൾ 21 ആണെന്നും ആർട്ടിക്കിൾ 21 ഒരാളുടെ മുന്നിലും ഒരു അടിയന്തരാവസ്ഥയുടെ ഒരു അസാധാരണമായ ഘട്ടത്തിലും അടിയറവ് വെക്കേണ്ടതില്ലെന്നും ഒരാളെയും അന്യായമായി അറസ്റ്റ് ചെയ്ത് തടവിലിടാനുള്ള ഒരു അധികാരാവകാശവും ഒരു ഭരണകൂടത്തിനും ആരും പതിച്ചു നൽകിയിട്ടില്ലെന്നും അങ്ങനെ വന്നാൽ അത് റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയ്ക്ക് വിരുദ്ധമാണെന്നുമൊക്കെയുള്ള വളരെ ശക്തമായ രീതിയിലുള്ള ഒരു വിധി പ്രസ്താവമാണ് HR ഖന്ന നിർവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ വിധി പ്രസ്താവം ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ടതാണെന്ന് നമുക്ക് ആലങ്കാരികമായി പറയും. ഏതായാലും അദ്ദേഹത്തിന് ഈ വിധി പ്രസ്താവത്തിൻ്റെ പശ്ചാത്തലത്തിൽ, വിധിന്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ അർഹിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദമൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള ചരിത്രം. ഏതായാലും ഈ ഭൂരിപക്ഷ വിധിയുടെ പശ്ചാത്തലത്തിൽ പൗരന്മാർക്ക് മുന്നിൽ ജുഡീഷ്യറിയുടെ വാതിലുകൾ ഈ അടിയന്തരാവസ്ഥ കാലത്ത് കൊട്ടിയടക്കപ്പെട്ടു. ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ കറുത്ത പാടായി അടിയന്തരാവസ്ഥ കാലത്തെ ADM ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല എന്ന ഈ അടിയന്തരാവസ്ഥ കാലത്തെ ഹേബിയസ് കോർപ്പസ് കേസ് മുദ്രണം ചെയ്യപ്പെട്ടു കിടന്നു. പിന്നീട് എങ്ങനെയാണ് സുപ്രീം കോടതി ആർട്ടിക്കിൾ 21 മൗലികാവകാശത്തെയും ഒക്കെ വ്യാഖ്യാനിച്ചത്? ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്, അത് പാർട്ട് 3 ആണ്. പാർട്ട് 3 ആണ് പൗരന് മൗലികമായ അവകാശങ്ങൾ വകവെച്ച് നൽകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഈ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട, വകവെച്ച് നൽകേണ്ട ഉത്തരവാദിത്തം, ചുമതല അതാത് ഭരണകൂടങ്ങളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ പാർട്ട് 3 തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 21 ആണ്. എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ 21 ഭരണഘടനയുടെ 21ാമത്തെ അനുച്ഛേദത്തിന് ഇത്തരത്തിലൊരു പ്രാധാന്യം കൈവന്നത്? സുപ്രീം കോടതി തന്നെ പറയുന്നത് അത് പ്രൊസീജിയറൽ മാഗ്ന കാർട്ട, അത്രത്തോളം പ്രാധാന്യമുണ്ട് ആർട്ടിക്കിൾ 21. മാത്രമല്ല, the right has been held to be the heart of the constitution, the most organic and progressive provision. ഭരണഘടനയുടെ ഹൃദയവും നൈസർഗികവും ക്രിയാത്മകവുമായ പ്രൊവിഷൻ, വകുപ്പ് എന്നാണ് ആർട്ടിക്കിൾ 21 സുപ്രീം കോടതി തന്നെ വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ജനനം മുതൽ അവൻ്റെ മരണം വരെ ആവശ്യമായ പ്രഥമവും പ്രധാനവുമായ മനുഷ്യാവകാശങ്ങളുടെ ശേഖരമാണ് അക്ഷരാർത്ഥത്തിൽ ആർട്ടിക്കിൾ 21. അത്തരം ഒരുപാട് മനുഷ്യാവകാശങ്ങളുടെ കലവറയാണ് ആർട്ടിക്കിൾ 21. No person shall be deprived of his life and personal liberty except according to the procedure established by law എന്നാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്.
ഒരാളുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം ഒരു നിലക്കും തടയപ്പെടാൻ പാടില്ല എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദി പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ പ്രകാരമല്ലാതെ, ഡ്യൂ പ്രോസസ് പ്രകാരമല്ലാതെ, നിയമവിധേയമല്ലാതെ. നിയമവിധേയം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്നുള്ള നിയമമുണ്ടെങ്കിൽ ആ നിയമപ്രകാരം അയാളെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണോ? അല്ല. ജീവിക്കാനുള്ള അവകാശം എന്ന അദ്ദേഹത്തിൻ്റെ മൗലിക അവകാശത്തെ ലംഘിക്കലാണോ? അല്ല. കാരണം അത്തരമൊരു പ്രവൃത്തി ചെയ്താൽ അങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാമെന്നുള്ള ഒരു നിയമമുണ്ട്. ആ നിയമപ്രകാരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അല്ലാതെ അത്തരമൊരു നിയമമില്ലാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ അങ്ങനെ ചെയ്തത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിൻ്റെ ലംഘനമാണ്. ആർട്ടിക്കിൾ 21 ലംഘനമാണ്. AK ഗോപാലൻ്റെ ഒരു കേസുണ്ട്. 1950 AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന കേസ്. ഇതിൽ കമ്മ്യൂണിസ്റ്റ് ലീഡറായ AK ഗോപാലനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അന്നത്തെ സർക്കാർ. സ്വാഭാവികമായും AK ഗോപാലൻ അത് തൻ്റെ മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജീവിക്കാനും ഉള്ള അവകാശം ആർട്ടിക്കിൾ 21 അടക്കമുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോടതിയെ സമീപിച്ചു. കോടതി കേസ് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇൻറ്റേർണൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ പ്രകാരമാണ് AK ഗോപാലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അഥവാ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ പ്രകാരമാണ്, നിയമവിധേയമായിട്ടാണ്, ഒരു നിയമപ്രകാരമാണ് AK ഗോപാലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് ആർട്ടിക്കിൾ 21 ലംഘനമല്ല എന്ന വിധി പ്രസ്താവമാണ് ഈ കേസിൽ സുപ്രീം കോടതി നടത്തിയത്. അതിനുശേഷം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എങ്ങനെയായിരിക്കണമെന്നതിന് മനോഹരമായ വ്യാഖ്യാനം ചമക്കുന്നുണ്ട് 1978 മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലൂടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം. ഈ കേസിൽ മേനകാ ഗാന്ധിയോട് അന്നത്തെ ജനതാദൾ സർക്കാർ മേനകാ ഗാന്ധിയുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറയാനുള്ള, സർക്കാരിന് അങ്ങനെ പറയാനുള്ള അധികാരം പാസ്പോർട്ട് ആക്ട് 1967 സർക്കാരിന് വകവെച്ച് നൽകുന്നുണ്ട് താനും. സ്വാഭാവികമായും മേനകാ ഗാന്ധി സർക്കാരിനും റീജിയണൽ പാസ്പോർട്ട് ഓഫീസർക്കൊക്കെ ഒരു കത്തെഴുതി, എന്തിനാണ് എൻ്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ പറയുന്നത്, അതിൻ്റെ സാങ്കത്യം എന്താണ്, അതിൻ്റെ റീസൺ എന്താണ്? മറുപടി. അപ്പോൾ മേനകാ ഗാന്ധി കോടതിയെ സമീപിച്ച് പറഞ്ഞു, എൻ്റെ ആർട്ടിക്കിൾ 21 ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അടക്കം, ആർട്ടിക്കിൾ 19 സഞ്ചാര സ്വാതന്ത്ര്യം അടക്കമുള്ള പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ ഇതുവഴി റദ്ദു ചെയ്യപ്പെടും. കോടതി കേസ് പരിശോധിച്ചു. എന്നിട്ട് കോടതി പറഞ്ഞു, ശരിയാണ്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ പ്രകാരം ഒരാളുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഭരണഘടനയുടെ 21ാമത്തെ അനുച്ഛേദം റദ്ദ് ചെയ്യാനുള്ള അവകാശം സ്റ്റേറ്റിനുണ്ട്. പക്ഷേ അത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ തോന്നിയ പോലുള്ളതായിരിക്കരുത്. തോന്നിയ പോലെ ഏത് വിധേനയും ഒരു നിയമമുണ്ടാക്കി അതുവഴി ജനങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 21 റദ്ദ് ചെയ്യാമെന്ന് ഒരു സ്റ്റേറ്റും വ്യാമോഹിക്കണ്ട. അത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ ദാറ്റ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഷുഡ് ബി റീസണബിൾ, ഫെയർ, ജസ്റ്റിഫയബിൾ ആൻഡ് ഷുഡ് നോട്ട് ബി ആർബിട്രറി വൺ. നീതിയുക്തവും ന്യായയുക്തവും ഏകപക്ഷീയമല്ലാത്തതുമായ നിയമമായിരിക്കണം. അതുവഴി മാത്രമേ ഒരാളുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആർട്ടിക്കിൾ 21 റദ്ദ് ചെയ്യാനുള്ള അവകാശം ഏതു ഭരണകൂടത്തിനും ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ജനദ്രോഹപരമായ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ പ്രകാരം ഒരിക്കലും ഒരാളുടെ മൗലികാവകാശത്തെ ആർട്ടിക്കിൾ 21 ഡിപ്രൈവ് ചെയ്യാൻ, തടയാനുള്ള അധികാരം ഭരണകൂടത്തിനില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രീം കോടതി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ലൈഫ് ഇൻ ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് മിയർലി ഫിസിക്കൽ ആക്ട് ഓർ ബ്രീത്തിങ്. വെറുതെ എന്തെങ്കിലും ചെയ്ത് ശ്വാസോച്ഛ്വാസം നടത്തി ജീവിതം കഴിച്ചു കൂട്ടുക, വെറുതെ ജീവിക്കുക എന്നുള്ളതല്ല റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇറ്റ് ഡസ് നോട്ട് കനോട്ട് മിയർ അനിമൽ എക്സിസ്റ്റൻസ്. വെറുതെ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കുകയില്ലെന്ന് പറഞ്ഞ പോലെ വെറുതെ ഒരു ജന്മം, അങ്ങനെയല്ല. അതല്ല റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ.
വളരെ പ്രവിശാലമായ അർത്ഥതലങ്ങളാണ് ഈ റൈറ്റ് ടു ലൈഫിനുള്ളതെന്ന് സുപ്രീം കോടതി പറയുന്നു. വിച്ച് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു ലിവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. ആത്മാഭിമാനത്തോടു കൂടി, അന്തസ്സോടു കൂടി ഒരു മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെ വേണം, അതൊക്കെ റൈറ്റ് ടു ലൈഫാണെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. നോക്കൂ, റൈറ്റ് ടു ലിവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, റൈറ്റ് ടു ലിവ്ലിഹുഡ്, റൈറ്റ് ടു ഹെൽത്ത്, ആരോഗ്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ്, മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിനുള്ള അവകാശം, റൈറ്റ് ടു ലിവ് എ ക്വാളിറ്റി ലൈഫ്, ഗുണമേന്മയുള്ള ജീവിതം നയിക്കാനുള്ള അവകാശം, റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു സ്പീഡി ട്രയൽ, കേസും കൂട്ടൊക്കെ വളരെ പെട്ടെന്ന് തീരാനുള്ള അവകാശം, റൈറ്റ് ടു ഫുഡ്, ഭക്ഷണത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഷെൽട്ടർ, പാർപ്പിടത്തിനുള്ള അവകാശം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, റൈറ്റ് ടു മെഡിക്കൽ എയ്ഡ്, ചികിത്സാ സഹായത്തിനുള്ള അവകാശം, റൈറ്റ് ടു ലീഗൽ എയ്ഡ്, നിയമസഹായത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഡൈ, മരിക്കാനുള്ള അവകാശം അടക്കം ഒരുപാട് അവകാശങ്ങളുടെ, മനുഷ്യാവകാശങ്ങളുടെ ശേഖരമാണ് ആർട്ടിക്കിൾ 21. ഇറ്റ് കനോട്ട് ബി നാരോ ഡൗൺ അറ്റ് ഓൾ, ഇറ്റ് കനോട്ട് ബി പ്രിസ്ക്രൈബ്ഡ് ആസ് സച്ച്. ദ പെർവ്യൂ ഓഫ് ദി ആർട്ടിക്കിൾ 21 ഈസ് മച്ച് വൈഡർ എന്നാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രവിശാലമായ ഒരുപാട് മനുഷ്യാവകാശങ്ങളുടെ ഒരു കലവറയാണ് ആർട്ടിക്കിൾ 21. അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് നമുക്ക് പിന്നീട് പരിശോധിക്കാം.